അത് ഈ ബാലങ്ക ഒരു വില്ലൻ കഥാപാത്രമാണ്. TG രവി വേറൊരു വില്ലൻ കഥാപാത്രമാണ്. CPM-ന്റെ ജീർണതയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ആളുകളെ മോശപ്പെടുത്താൻ വേണ്ടി എത്രയെത്ര കഥകൾ ഉണ്ടാക്കുക. കേരളീയം പരിപാടി വീണ്ടും നടത്താൻ ആലോചന. അതിനേക്കാളും നവകേരള സദസ്സ് നടത്തുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ചെടിച്ചട്ടിക്കൊക്കെ നല്ല മാർക്കറ്റ് കിട്ടിയെന്നെ. എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ. ഹലോ, ചെന്നിത്തലയല്ലേ? ഞാനാണ് മാമൻ കരിക്കേക്കാൻ കമലാത്തനെ. ഞാൻ വിളിച്ചത് എനിക്ക് PSCയിലെ ഒരു അംഗമാവാൻ എന്തിനാണൊരു മാർഗം. വയസ്സ് 19 ഒരാഗ്രഹം വല്ലതും നടക്കുമോ? CPM-ന്റെ ജീർണതയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അയ്യോ, അതെന്തൊരു നൊട്ടി. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വാ വളരെ ഗൗരവത്തോടു കൂടി തന്നെ രമേശ ഇതിനെ കാണണം. വയസ്സ് മാമൻ 85 ഒരാഗ്രഹം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ CPM PSC മെമ്പർഷിപ്പ് ഇവർ വിലക്ക് വെച്ചിരിക്കുകയാണ്. വില ഒരു പ്രശ്നമല്ല രമേശ. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മെമ്പറായി കിട്ടിയാൽ മതി. വസ്തു ഇട്ടെങ്കിലും ഞാൻ പൈസ കൊടുക്കാം. എന്തല്ലേ? കൂടുതൽ വില കൊടുക്കുന്നവർക്ക് ഇത് കൊടുക്കും. ഇതെന്തര് പറയുന്നത്? ഞാൻ ആര് കൊടുക്കണതിനേക്കാളും കൂടുതൽ പൈസ കൊടുക്കാൻ രമേശ. അപ്പോൾ PSC അംഗത്വം കിട്ടണമെങ്കിൽ വൻതോതിലുള്ള കോഴ കൊടുക്കണം എന്ന സ്ഥിതിയിൽ കേരളത്തെ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇടതു മുന്നണിക്കാണ്. അയ്യേ, അതെന്തൊരു വർത്താനം. ഈ പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് കണകണ വർത്താനം പറയല്ലേ. എവർ തൊഴിൽ കൊടുക്കണില്ലെന്നല്ലേ പരാതി. പൈസ വാങ്ങിച്ചിട്ടാണെങ്കിലും അവർ PSCയിൽ ഒരു അംഗത്വം കൊടുക്കണമല്ലേ. അതൊരു വലിയ കാര്യമല്ലേ. അടിയന്തരമായി FIR ഇട്ട് ഈ കേസ് അന്വേഷിക്കുകയാണ് വേണ്ടത്. അയ്യേ, ഇത് നടക്കില്ല. രമേശൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം നടക്കില്ല. കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ കോവുന്നതിനെ തന്നെ വിളിച്ച് പറയാം. ഹലോ, കോവുന്നല്ലേ? മാമൻ വല്ലതും നടക്കുമോ? ഒരു കടലാസിൽ വെറുതെ എഴുതിയിട്ട് ഒരാളെ പേരും വെക്കാണ്ട് കടലാസിലോ മുദ്രപത്രത്തിലോ ഞാൻ എഴുതി തരാം. ഒരുമാതിരി എന്നെ വിശ്വാസമില്ലാത്ത രീതിയിൽ പറയല്ലേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയാൽ അത് ഞങ്ങൾ പരിശോധിക്കും. കുറേ കാലം കൊണ്ട് പരിശോധിക്കുന്നത്. ഈ രക്തം, കഫം, മലം, മൂത്രമൊക്കെ പരിശോധിക്കാൻ കടകൾ ഇട്ടിട്ടില്ലേ? അതേപോലെ നിങ്ങളൊരു കാര്യം ചെയ്യും. CPM-ന്റെ കുറ്റങ്ങൾ പരിശോധിക്കാൻ ഒരു കട തുടങ്ങി. അതാണ് നല്ലത്. ഹലോ, സജി യെല്ലോ കടവനല്ലേ? അത് തന്നെ, യെല്ലോ തന്നെ മഞ്ഞ. മഞ്ഞ കടമ്മ അല്ലേ? മാമനാണ് മാമൻ. എന്തൊരു TG രവിയുടെ വീട്ടിൽ പോയി എന്നാൽ അവിടുന്ന് ഓടി ബാലങ്ക നായരുടെ വീട്ടിൽ പോയെന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് കാര്യം? അത് ഈ ബാലങ്ക ഒരു വില്ലൻ കഥാപാത്രമാണ്. TG രവി വേറൊരു വില്ലൻ കഥാപാത്രമാണ്. അപ്പൊ ഏതോ ഒരു പെൺകുട്ടി അതിൽ നടന്നു പോയപ്പോൾ അത് മഴ വന്നപ്പോൾ ഓടിച്ചെന്ന് മഴ നനയാതെ കയറി ബാലങ്ക നായരുടെ വീട്ടിലായി പോയി. ബാലങ്കേന്ദ്ര ഇതിനെ പിടിപ്പിക്കാൻ തുടങ്ങി. ഈ പാവം പെങ്കൊച്ച് ചാടി ഓടി വീട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി പക്ഷെ ഓടിക്കരുത് TGയുടെ വീട്ടിലായി പോയി. അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത്. ജോസ് കെ മാണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ബാലങ്കേന്ദ്രനായ ജോസ് കെ മാണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ TGയുടെ വീട്ടിലായി കയറിപ്പോയത്. അതാ പറ്റിപ്പോയി. അത്ര വ്യത്യാസമുള്ളൂ. രവിയും ബാലങ്ക നായരും ഒക്കെ നമുക്കറിയാമെന്നുള്ള ആളായതുകൊണ്ട് സജീര ഉയിര് തിരിച്ചു കിട്ടി. MN നമ്പ്യാരെ അടുത്തായിട്ട് ചെന്ന് വെട്ടിയിരുന്നെങ്കിൽ മഞ്ഞക്കടമ്പൻ്റെ ഊപ്പാട് വന്നു. അത് വാ